കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. മലരിന്നിതളിൽ തൂമഞ്ഞു പോലെ കരതാരിലീശോ തിരുവോസ്തിയിൽ. മലരിന്നിതളിൽ തൂമഞ്ഞു പോലെ കരതാരിലീശോ തിരുവോസ്തിയിൽ. ഹൃദയം പുണരാ കൊതിയോടെ നിൽപ്പൂ സദയം വരൂനി ആത്മനാഥ, സദയം വരൂനി ആത്മനാഥ. നീ വരൂ ദിവ്യകാരുണ്യജീ, നീ വരൂ ദൈവകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യകാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യകാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
രാപ്പകൽ സക്രാരിക്കൂടിനുള്ളിൽ കാവലിരിക്കുന്ന കാരുണ്യമേ, രാപ്പകൽ സക്രാരിക്കൂടിനുള്ളിൽ കാവലിരിക്കുന്ന കാരുണ്യമേ, ആർത്തരിൽ സ്നേഹത്തലോടലാണു നീ, ആർത്തരിൽ സ്നേഹത്തലോടലാണു നീ, ആർദ്രമാ സ്നേഹത്തൂവൽ നീ, ആർദ്രമാ സ്നേഹത്തൂവൽ നീ. നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനെനിക്ക് കാരുണ്യമേ. കരങ്ങൾ വീശി കരങ്ങൾ വീശി ഐസയ്യ 43:19. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു. പറഞ്ഞേ, ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനപ്രദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. അപ്പൊ വാഗ്ദാനമാണത്, പ്രോമിസാണ്, ഉടമ്പടിയുടെ ഭാഗമാണ്. ഉടമ്പടിയുടെ ഒരു നമ്മൾ ആശ്രയം വെക്കുന്ന ക്ലെയിമാണ്. എന്താണ്? 43:19 ഒന്ന് പറഞ്ഞു. ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, ഇത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനപ്രദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. രണ്ടും മനുഷ്യനെ ക്ലേശകരമായ കാര്യമാണ്. എന്താണ്? വിജനപ്രദേശത്ത് 10,000-കണക്കിന് ഏക്കർ സ്ഥലത്ത് ഒരു പാത വെട്ടുക ക്ലേശകരമാണ്. പിന്നെന്താണ്? മരുഭൂമിയിൽ നദികൾ. അപ്പോൾ ജീവിതത്തിൽ ഒട്ടും നടക്കത്തില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ദൈവം പുതിയ വഴികൾ, പുതിയ കാര്യങ്ങൾ ചെയ്യും. ഇത് നമ്മളുടെ അവകാശമാണ്. എന്താ കാര്യം? അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടി ആശ്രയം വെക്കണ എവിടെയാണ്? വാഗ്ദാനങ്ങളിലാണ്. ആ വാഗ്ദാനങ്ങൾ ഒന്നെന്താണ്? ഒരു പുതിയ കാര്യമാണ്, അന്നുവരെ നടക്കാത്തൊരു കാര്യം ഡോക്ടർ ബി സിംസൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ MDക്ക് കോൾ ഫോർ ചെയ്യും. അപ്പം നിങ്ങൾ ചോദിക്കും, പണ്ടങ്ങനെ ഇല്ലായിരുന്നോ? പണ്ടങ്ങനെ ഇല്ലായിരുന്നോ? പണ്ട് നിയമം, വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിയമം എന്ന് പറയണത് മൈനോറിറ്റി കോളേജിൽ 2 കൊല്ലം പഠിപ്പിച്ചവർക്ക് മാത്രമേ MDക്ക് സീറ്റ് കിട്ടത്തുള്ളൂ. അതാണ് നിയമം. അതുകൊണ്ട് ഫ്രഷ് ഹാൻഡ്സ് എല്ലാം പുറത്ത് പോകും. പഴയ നിയമം അനുസരിച്ച് മൈനോറിറ്റി കോളേജിൽ 2 കൊല്ലം പഠിപ്പിച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പെട്ടെന്നാണ് ഈ നിയമം എടുത്ത് മാറിയത്. ഒരു പുതിയ കാര്യം എന്നെ കണ്ടില്ല. നിയമങ്ങൾ മാറ്റിക്കൊണ്ട് മരുഭൂമിയെ നീർച്ചാലായിട്ടും അതുപോലെ തന്നെ വിജനപ്രദേശത്ത് പുതിയ പാതയുമായിട്ടും പുതിയ കാര്യം എന്നത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇത് ആരുടെ വാഗ്ദാനമാണ്? ഈ വാഗ്ദാനം ആരാ പ്രാപിക്കണത്? ഡോക്ടറിൻ്റെ മദറാണ്. എന്താ പറയണത്? കർത്താവ് ഇപ്പോൾ സംസാരിക്കും, നമ്മൾ വെയിറ്റ് ചെയ്യും. അതായത് എന്താ നമ്മൾ വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഡോക്ടറിൻ്റെ അമ്മ എന്തുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുമെന്ന് പറയണത്? അത് അവർ മുളയെടുക്കണത് അറിയുന്നുണ്ട്. ചോദ്യം കേട്ടില്ലേ? നമ്മൾ 43 എന്താ പറയുക? 19 എന്താ പറയുക? ഐസയ്യ
ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. അപ്പോൾ ഡോക്ടറിൻ്റെ അമ്മ അത് കർത്താവ് എന്തോ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് സെൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫെയ്ത്ത് ഈസ് എ സെൻസേഷൻ. കൈയടിച്ച് കർത്താവ് സുതലല്ലേ. ഉടമ്പടി പ്രകാരമുള്ള പുതിയ വഴികൾ നീ വെട്ടിയൊരുക്കുമ്പോൾ തിരിച്ചറിയാനുള്ള വലിയ കൃപ പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമാക്കി. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. ചിലരെ എന്നോട് ചോദിക്കുകയെ, അച്ഛാ ഉടമ്പടി എടുത്തിട്ടും ഓരോ കാര്യവും ഭയങ്കര കഷ്ടപ്പെട്ടാണല്ലോ നടക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ഉടമ്പടി എടുത്തില്ലെങ്കിൽ കഷ്ടപ്പെടാൻ പോലും കർത്താവ് പറയത്തില്ലായിരുന്നു നിന്നോട്. മനസ്സിലായില്ലേ? ആകെ ഉടമ്പടിയാണ് അവരുടെ കാര്യം. കല്യാണം, മക്കളുണ്ടാകുന്ന കേസ്, വസ്തു വിൽപ്പന, വസ്തു വാങ്ങൽ. ഇപ്പം ചിലർ വന്ന് എന്നോട് ഈ കുറേ നാളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഒരു പരിചയം ഉണ്ടാവില്ല അച്ഛനുമായിട്ട്. അപ്പോൾ അവർ ആ അധികാരത്തിൽ ചോദിക്കും, ഉടമ്പടി എടുത്തിട്ടും കുറേ കഷ്ടപ്പെട്ടാണല്ലോ അച്ഛാ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചു പറയും, ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടാണ് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഉടമ്പടി എടുക്കാതിരുന്നെങ്കിൽ കാര്യങ്ങളേ നടക്കത്തില്ല. പക്ഷേ വേറൊരു വിഷയം ഇതിൻ്റെ അകത്തുണ്ട്. കഷ്ടപ്പെടുമ്പോൾ ഓർക്കണേ, കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ആരാണ് കഷ്ടപ്പെടുന്നത്? യു അല്ലേ, നിങ്ങളല്ലേ കഷ്ടപ്പെടുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? മെരിറ്റ് എന്നല്ല എൻ്റെ അർത്ഥം. ഇത് മെരിറ്റിൽ നിന്ന് ഈ വിഷയം ഈശോ തെറിപ്പിച്ച് കളയുകയാണ്. നോട്ട് ബൈ മെരിറ്റിൽ നിന്ന് കർത്താവ് മാറ്റുകയാണ്. ഇപ്പോൾ ഈ ഡോക്ടറുടെ കേസ് കണ്ട, വലിയൊരു മെഡിക്കൽ കോൾ ഫോർ ചെയ്തു. പക്ഷേ 2 ദിവസമേ ഉള്ളൂ ആപ്ലിക്കേഷന്. ഇവരറിയണത് 2 ദിവസമാണ് ഉള്ളത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ ടെൻഷനായില്ലേ? കണ്ട, ടെൻഷൻ പിന്നെ അവർ വേണ്ടില്ലേ? ഇനിയിപ്പോൾ ഇത് ടെൻഷൻ ഇത് കൂടും കുറച്ച് കഴിയുമ്പോൾ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ കല്യാണമായാലും സ്ഥലമെടുപ്പായാലും നിങ്ങളുടെ പരീക്ഷ ആയാലും ചിലത് നേരെ സോറി സെറ്റ് ടു ദി ടെൻഷൻ എന്ന് പറഞ്ഞ പോലെ ടെൻഷനിലേക്കാണ് സാധനം പോണത്. അതിൻ്റെ അർത്ഥം അപ്പത്തന്നെ നിങ്ങൾക്ക് വിവേചിക്കാൻ കഴിയണം. എന്താണ്? ഇത് മെറിറ്റിലല്ല നടക്കാൻ പോണത്, ഗ്രേസിലാണ്. മെറിറ്റിൽ ഇത് നടക്കുന്നത്, യോഗ്യതയിൽ നടക്കത്തില്ല. ഇത് കർത്താവ് പൂർണ്ണമായിട്ട് വിഷയം ഏറ്റെടുക്കുമ്പോഴാണ് നമ്മളെ ടെൻഷൻ പിടിപ്പിക്കുന്നത്. കാര്യം മാനുഷ്യമായിട്ട് നിൻ്റെ ക്ലെയിം എല്ലാം കട്ട് ചെയ്ത് കളയും. എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ ബുദ്ധി കൊണ്ടാണ്, എൻ്റെ സ്വാധീനം കൊണ്ടാണ്, റെക്കമെൻഡേഷൻ കൊണ്ടാണ്, ആരെയാണ് കൂരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ കർത്താവിനെ ഇത് മാറ്റത്തില്ലേ? പിശാച് ഒരിക്കലും ദൈവം മഹത്വപ്പെടുന്നത് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിന്നോട് പറയും, ബന്ധുക്കൾ പറഞ്ഞിട്ടാണ്, ഗവൺമെൻറ് നിയമം മാറ്റിയിട്ടാണ് ആനയുടെ കൂരാന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ ആ മഹത്വം എടുത്തിട്ട് പണ്ട് മുതലേ ഉള്ളതാണ് പിശാചിന് മഹത്വത്തിൻ്റെ കൈമാറ്റം. മഹത്വത്തിൻ്റെ കൈമാറ്റം എപ്പോഴും നമ്മൾ വിശ്വാസികൾ വളരെ ഇൻ്റലിജൻ്റായിട്ട് നോക്കേണ്ട ഒരു അപകട മേഖലയാണ്. ബെർമൂഡ ആധ്യാത്മിക ലോകത്തുള്ള ഒരു ബെർമൂഡ ട്രയാങ്കിളാണ്. എന്നുവെച്ചാൽ മഹത്വത്തിൻ്റെ കൈമാറ്റം. എന്നുവെച്ചാൽ മഹത്വത്തിൻ്റെ കൈമാറ്റം എന്ന് പറയണത് ദൈവത്തിന് കിട്ടേണ്ട മഹത്വം തന്ത്രപരമായിട്ട് പിശാച് അടിച്ചു മാറ്റുകയോ മനുഷ്യന് അധികാര സ്ഥാനങ്ങളിൽ ചാർത്തി കൊടുക്കുകയോ ചെയ്തിട്ട് നിന്നെ ദൈവത്തിൽ നകറ്റും. ഇതാണ് മഹത്വത്തിൻ്റെ കൈമാറ്റം എന്ന് പറയണത്. അത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പിന്തിപ്പൻ ആധ്യാത്മികതയാണ്. അതായത് മഹത്വത്തിൻ്റെ കൈമാറ്റം, അത് ബൈബിളിലുണ്ട് അതിനെക്കുറിച്ച്. അതായത് മനുഷ്യൻ ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം അവർ കന്നുകാലികൾക്കും പറവകൾക്കും കൊടുത്തെന്ന് പൗൾ പറയുന്നില്ലേ നമ്മുടെ നടപടി പുസ്തകത്തിൽ, റോമാലേഖനത്തിൽ? ശ്രുതികട്ടെ
അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. ജീവനേ സ്വന്തമേ അങ്ങേമാർ ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേമാർ ചായുന്നു ഞാൻ. ആരാധന 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 ആരാധന. മഹത്വത്തിൻ്റെ കൈമാറ്റം വചനം കേൾക്കുക. റോമ ലേഖനത്തിൽ 1-ാം അധ്യായം 23-ാം തിരുവചനം. അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞ അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. മഹത്വത്തിന്റെ കൈമാറ്റം എന്നുവെച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സാത്താൻ അടിച്ചു മാറ്റിയിട്ട് അതിന് എതിർ ശക്തികൾക്ക് കൈമാറും. എന്നിട്ട് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയും. ചിലപ്പോൾ നിനക്ക് തന്നെ നീ തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പറയും, ഓ പിന്നെ ഞാൻ കാനഡയിൽ പോയത്, ഇപ്പം നീ സാക്ഷിയൊക്കെ പറയും, ദൈവം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അവിടെ എത്തപ്പെടാൻ പറ്റത്തില്ല, ഞാൻ അത്രയ്ക്ക് മോശം റിസൾട്ടായിരുന്നു. 6 മാസം കഴിയുമ്പോൾ നീ പറയും, ഓ എത്രയോ പേരാണ് എത്തിയത്, അതുപോലെ ഞാനും എത്തി. കണ്ട മഹത്വത്തിൻ്റെ കൈമാറ്റം തന്നെ കണ്ട. ഇതിൻ്റെ ഒരു പൊട്ടത്തരമെന്ന് പറയണത്, നീ ഇങ്ങനെ നാളെ മഹത്വം കൈമാറും, അയോഗ്യമായ കരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ നീ കൈമാറ്റുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. അത് കാരണം പലപ്പോഴും നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലാഗ് ചെയ്തുകൊണ്ടേയിരിക്കും. മനുഷ്യനെ അനുദപിക്കേണ്ട ഒരു മേഖലയാണ് അത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എന്തെല്ലാം പ്രതികൂലമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും നീയായിട്ട് എനിക്ക് നൽകിയ ഉയർച്ച എന്റെ മരണം വരെ ഞാൻ വേറെ ആർക്കും കൈമാറിക്കൊണ്ട് നിന്നെ അപമാനിക്കുകയോ നിന്റെ മഹത്വത്തിന് മങ്ങലേൽപ്പിക്കുകയില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ശ്രദ്ധിക്കട്ടെ, ഞങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ നിന്റെ നാമത്തെ മാത്രം മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. അപ്പം ഇവിടെ ഡോക്ടർ സാഹചര്യം ചൂട് പിടിക്കുകയാണ്. നിങ്ങൾ ചൂട് പിടിക്കുമ്പോൾ ഓർക്കുക, ഇത് നിങ്ങളുടെ മെറിറ്റിലല്ല നടക്കാൻ പോകുന്നത്, ദൈവത്തിൻ്റെ കൃപയിലാണ് നടക്കാൻ പോകുന്നത്. ഇത് വിവേചിക്കാനുള്ളൊരു കഴിവുണ്ടാകണം ഉടമ്പടിക്കാർക്ക്. ഇപ്പം ഇവിടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 2 ദിവസമേ ഉള്ളൂ. എവിടെ? വെല്ലൂർ
അഡ്മിഷൻ കൊടുക്കണേ, ആപ്ലിക്കേഷൻ വെക്കാം, 2 ദിവസമേ ഉള്ളൂ. ഡോക്ടർ ഇത് അറിയണേ എപ്പോഴാണെന്ന് അറിയാവോ? ശനിയാഴ്ച വൈകുന്നേരമാണ് അറിയണത്. അപ്പോൾ നോ ടൈം. ഞായറാഴ്ചയല്ലേ, പിന്നെ ഓഫല്ലേ, ജാതി സർട്ടിഫിക്കറ്റ് വേണം. ഡോക്ടർ മൈനോട്ടിലുള്ള ആളാണെന്ന് വലിയൊരിന് ജാതി സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ എപ്പോൾ കിട്ടും ജാതി സർട്ടിഫിക്കറ്റ്? തിങ്കളാഴ്ചയേ ഉള്ളൂ. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ആപ്ലിക്കേഷൻ, ഈ ജാതി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണം. പിന്നെ വില്ലേജ് ഓഫീസിൻ്റെ കത്ത് വാങ്ങിച്ച് തഹസിൽദാരിൽ കൊണ്ടേ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തീ പാറുന്ന പോലുള്ളൊരു ഓട്ടമാണ്. ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ആ ഓട്ടം എന്ന് പറയണതിലേ, ചിലപ്പോൾ വില്ലേജ് ഓഫീസറെ കാണത്തില്ല, ചിലപ്പോൾ ക്ലർക്ക് കാണത്തില്ല, ചിലപ്പോൾ പിയൂൺ കാണത്തില്ല, ചിലപ്പോൾ സീലുള്ള ആൾ പിയൂണല്ലേ, സീയും കാണത്തില്ല. തീർന്നില്ലേ? നിസ്സാരമല്ലല്ലോ ഈ വിഷയം. അപ്പോൾ ഇതെല്ലാം പ്രേയർ ചെയ്യാതെ ഇത് ആൾക്കാർ ഒന്ന് അറസ്റ്റ് ചെയ്ത് അവരുടെ പൊസിഷനിൽ വെക്കാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് ഇത് മുഴുവനും മെറിറ്റ് എന്നും പോയി. പിന്നെ എന്താണ് ഇത്? ഈ വിഷയം കൺവേർട്ട് ചെയ്ത് ഗ്രേസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഗ്രേസിലേക്ക് യോഗ്യത കൊണ്ടല്ല, കൃപ കൊണ്ടാണെന്നുള്ള ആ ഫോർമാറ്റ് കറക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് നീ ചൂട് പിടിക്കണത്. ചൂട് പിടിച്ച പക്ഷേ കർത്താവ് ഒരു പണി ചെയ്യും. ഇത് കാവലുണ്ടാവും. ദൈവം തന്നിട്ടുള്ളതാണെങ്കിൽ ഒരു തഹസിൽദാരും ഒരിടത്തും പോകത്തില്ല. നിൻ്റെ ടൈം ദൈവം സംരക്ഷിക്കും, നിൻ്റെ ജോലി ദൈവം സംരക്ഷിക്കും. കറക്റ്റ് 4:45 ജാതി സർട്ടിഫിക്കറ്റ് എടുത്ത് കൈ കൊടുക്കും. പിന്നെ ഉള്ളത് 15 മിനിറ്റാണ്. ഇനി നെറ്റില്ലെങ്കിൽ പ്രശ്നമാണ്. എൻ്റെ ഇടയ്ക്ക് നെറ്റും പോവില്ല. ഈ കറക്റ്റ് ടൈമിന്. അപ്പോൾ അതിനുള്ളിൽ എന്തുമാത്രം ചക്രശ്വാസം വലിച്ച് കാണാം. ഈ ചക്രശ്വാസം വലിക്കണമല്ല പ്രശ്നം, അതൊക്കെ പ്രാർത്ഥന വലിയാക്കി ചേഞ്ച് ചെയ്യാൻ പഠിക്കണം. അതായത് അപ്പം നമ്മൾ അപ്പോൾ തന്നെ പൂർണ്ണമായിട്ടും ദൈവമേ നോട്ട് ബൈ മെറിറ്റിലാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ കഴിവല്ല, നിൻ്റെ കൃപയാണെന്ന്. അപ്പോൾ 4:55 ഡോക്ടറിന് തിരിച്ച് ഇമെയിൽ വരും. എന്താണ്? നിങ്ങളുടെ ആപ്ലിക്കേഷൻ ടേക്കപ്പ് ചെയ്തെന്ന്. ഇപ്പം പ്രസവമായാലും ശരി, ഓപ്പറേഷൻ ആയാലും ശരി, നിങ്ങളുടെ വിസ പ്രോസസ്സിങ് ആയാലും ശരി, അതുപോലെ തന്നെ നിങ്ങളുടെ PR ആയാലും ശരി, നിങ്ങളുടെ സ്ഥലം വിൽപ്പനയായാലും ശരി, വാങ്ങലായാലും ശരി, എവിടെയെങ്കിലും ടെൻഷൻ കണ്ടൻ്റ് ഉണ്ടെങ്കിൽ അത് മെറിറ്റല്ല, ഗ്രേസ് ആണെന്ന് തിരിച്ചറിയണം. എന്താണ് ഇത്? കർത്താവ് നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള കഴിവും സ്വാധീനം കൊണ്ടതിനേക്കുള്ളവർ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നടക്കാൻ പോകുമ്പോഴാണ് ഇതെല്ലാം ടെൻഷൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അത് വിവേചിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയത്തെ രസം എന്ന് പറയണത് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ. ഇപ്പോൾ ഡോക്ടറും ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അങ്ങേരും അതിൽ വിശ്വസിക്കുന്നുണ്ട്, അങ്ങേരും അതിൽ കൃത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ആ ഉടമ്പടിയിൽ. ഇനി രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആപ്ലിക്കേഷൻ കൊടുത്ത് കോൾഫോർ ചെയ്ത് അത് അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മാതാവ് പുതിയ വാതിൽ തുറക്കും. പുതിയ വാതിൽ എന്താ തുറക്കണം വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പ്രൊവിഷൻ വന്നപ്പോൾ കുറേ പേര് ആദ്യം കിട്ടിയ അനസ്തേഷ്യസ്റ്റായിട്ടാണ്. അപ്പോൾ ഡോക്ടർ ഭയങ്കര വിഷമമാണ്. അനസ്തേഷ്യ പ്രൈവറ്റ് കോളേജിലും അത് തന്നെ കിട്ടിയത്. പിന്നെ ജനറൽ മെഡിസിൻ കിട്ടി. ജനറൽ മെഡിസിൻ കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് പ്രോസസ്സിങ് ആണ്. എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ദൈവം അവിടെ എത്തിച്ചതെന്ന് നിങ്ങൾ ധരിക്കരുത്. ദൈവം നിങ്ങളെ കൊണ്ടുപോയിരിക്കും. പിന്നെ എന്താ അവസാനം പെർട്ടിക്കുലർ മെഡിസിൻ, ഡോക്ടർ വിശ്വസിച്ച ഒരു മെഡിസിൻ ഉണ്ട്, അതിലേക്ക് കൊണ്ടുപോകും. അതൊരിക്കലും ചിന്തിക്കാത്ത ഒരു റാങ്കിലാണുള്ളവർക്കാണ് അത് കിട്ടണത്. പക്ഷെ അതിലേക്ക് ഈ താഴെയുള്ള ആൾക്കാരെല്ലാം വേറെ വേറെ കോളേജിലിട്ട് പോകും. അപ്പോൾ സീറ്റെല്ലാം വേക്കൻ്റായിട്ട് വരും. ഡോക്ടർ അവസാനം പ്രവേശിക്കുന്നത് ഒരു പെർട്ടിക്കുലർ മെഡിസിനിലേക്കാണ്. ദാറ്റ് മീൻസ് അത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു ഭയങ്കര റാങ്ക് കയറ്റമാണ്. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്കിന് കിട്ടുന്ന അവരുടെ മെറിറ്റിൽ കിട്ടുന്ന സംഭവമാണ് മാതാവ് ഗ്രേസിൽ കൊടുക്കുന്നത്. കൈ ഇട്ടിച്ച് കർത്താവ് കൃപയാനുദിനം കൃപയാലേ കൃപയാലേ കൃപയാനുദിനവും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. അടിക്കടിക്കുള്ള പരാജയം കാരണം വിശ്വാസ തകർച്ച വന്നവര്, പ്രാർത്ഥന മരവിപ്പ് വന്നവര്, പ്രത്യാശ അറ്റുപോയവര്,
ഉറ്റവർ മരിച്ചതുകൊണ്ട്, ഉടയവർ കൈവിട്ടു പോയതുകൊണ്ട്, ഉടയവർ ജീവിതത്തിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നവർ വ്യക്തികളുടെ സപ്പോർട്ട് നഷ്ടപ്പെട്ടിട്ട് പാഠം പഠിപ്പിക്കുമെന്ന് ശാസിച്ചുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കുന്നവരെ, മാനസിക പീഡകൾ അനുഭവിക്കുന്നവരുടെ മേൽ കാരുണ്യമുണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. കാരുണ്യ സാഗരമേ കാത്തുകൊള്ളണമേ നീ. കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാനുഷികമായ അരൂപികാലാൽ ഭയങ്കരമായ വാശികളും വൈരാഗ്യങ്ങളും മത്സരങ്ങളും ഒക്കെ ഉരുണ്ടുകൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. ആധ്യാത്മിക തേജസ് തുളുമ്പി പരിശുദ്ധാത്മാവിൻ്റെ കൃപയായി മാറേണ്ടവരെ, പലതരത്തിലുള്ള വ്യാമോഹങ്ങളിലെ അഭിഷേകം നഷ്ടപ്പെടുന്ന തീരുമാനങ്ങൾ എടുക്കുന്നവരെ, ഈ മേഖലകളിലെല്ലാം കർത്താവിൻ്റെ ചൈതന്യം ഇറങ്ങി വസിച്ച് സഭയെ നവീകരിച്ച് വിശ്വാസികളെ ശക്തിപ്പെടുത്ത് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അഭിഷേകത്തിലെ ലോകം പ്രകാശം കാണാൻ വേണ്ടി സ്തുതിക്കട്ടെ. കാരുണ്യസാഗരമേ, കാരുണ്യസാഗരമേ കാത്തുകൊള്ളണമേ നീ. ഒരു നിമിഷം നിന്റെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട്, ഓൺലൈനിലുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അവരെപ്പോൾ ആരാധന കൂടിയാലും ആ സമയത്ത് കൈ നെഞ്ചത്ത് വെച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ടതാണ്. കാര്യം നീ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഉടമ്പടി നീ വച്ചിരിക്കുന്ന സഹനങ്ങൾ, സങ്കടങ്ങൾ സന്തോഷത്തിൻ്റെ സാക്ഷ്യമായി മാറാൻ വേണ്ടി നീ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കാരുണ്യസാഗരമേ, കാരുണ്യസാഗരമേ കാത്തുകൊള്ളണമേ നീ. നമ്മൾ സമാപന ആശീർവാദത്തിലേക്ക് പോവുകയാണ്. ഈശോയെ, അമ്മയുടെ പ്രതിഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ ആവേ
കർത്താവേ